ഒരു കാര്യം കൂടി എനിക്ക് 26 ദിവസം കാത്തിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിനാണുള്ളത്. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസവർഗത്തിന് സമാധാനത്തിനുണ്ട്. എല്ലാവരും ഇത് ശ്രമിക്കാൻ സമയമില്ല. തെരഞ്ഞെടുപ്പ് പ്രതികളുമായിട്ട് വളരെ സജീവമായിട്ട് പോവുക. പിന്നെ UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സജ്ജമായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തൊട്ട് തന്നെ തുടങ്ങി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന്. അപ്പോൾ ആ ഫൈനലാണിപ്പോൾ 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി നടക്കാൻ പോകുന്നത്. അത് ഒരു വലിയ മാറ്റത്തിന് വഴിമുട്ടിയത്. UDF സജ്ജമാണ്, ഏറെ സജ്ജമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാവും. ബാക്കി തെരഞ്ഞെടുപ്പ് എല്ലാ കാര്യങ്ങളിലും എല്ലാം സജീവമായിട്ട് നടത്തിയിട്ടുണ്ട്. CPI പ്രഖ്യാപിച്ചു, CPM പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥികളായി. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തീയതിയെ സംബന്ധിച്ചുള്ള റിയാക്ഷൻ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം കാത്തിരുന്നാൽ മതി. അതാണ് ജനങ്ങളുടെ ഒരു സമാധാനം എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അത് ഷോർട്ടായാലപ്പോൾ നല്ലതാണല്ലോ. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. റിസൾട്ട് അറിയാൻ 1 മാസം കാത്തിരുന്നാലും വിധി നിർണ്ണയിക്കാൻ ഈ കേസ് വേണം. അപ്പോൾ UDF സജ്ജമാണ്. ആരും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല മുഴുവനായിട്ട്. എല്ലാവരും പ്രോസസ്സും പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നെ ഇതിനെ സംബന്ധിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സജ്ജാണ്. UDFന് കോൺഗ്രസ് മറ്റു പാർട്ടികളും ചെറിയ പ്രോസസ്സൊക്കെ ബാക്കിയുണ്ട്. അവരവർക്ക് ഡൽഹിയിൽ ഉടനെ തന്നെ തീരുമാനമാവും. ഇന്നറിഞ്ഞല്ലോ, ഇനി ഫാസ്റ്റാവും.